നമുക്കിന്നൊരു മുട്ട ദോശ ആയാലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ഈ കല്ലൊക്കെ ചൂടായി, പിന്നെ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഈ ദോശമാവൊക്കെ ഒഴിച്ചു, പിന്നെ നമ്മൾ മുട്ടയൊക്കെ ഓൾറെഡി നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ചിങ്ങനെ മുട്ടയും അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാച്ചമല്ലാത്ത ഫുഡിലും കുരുമുളകൊക്കെ കുറച്ച് യൂസ് ചെയ്യും. ഇതിങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ട ദോശ റെഡിയായി എടുത്ത് വെച്ച്. പിന്നെ നമുക്ക് തക്കാളി ചട്നിയാണ്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ബീട്രൂട്ടൊക്കെ ഞാൻ ഇതിലോട്ട് ഇടുന്നുണ്ട്. ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ. അപ്പോൾ അതും കൂടി സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. എണ്ണ ചൂടായി, കടുകൊക്കെ പൊട്ടിച്ചു, കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് മിക്സാക്കി. ഇനി ഇതെല്ലാം ഞാൻ കുറച്ചൊന്ന് അരച്ചിട്ടാണ്, മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ഇട്ടേ. നമ്മുടെ മസാലയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ബീട്രൂട്ടും കൂടി ഒന്ന് അരച്ചിട്ടാണ് മിക്സാക്കുന്നത്. ഞാൻ നോർമലി എപ്പോഴും ഇങ്ങനെ തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ. തക്കാളിയും അരച്ചിട്ടാണ് മിക്സാക്കുന്നത്. അപ്പോൾ ഇതേ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ മുട്ട ദോശയും തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി.